ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഖിലയാണെങ്കിൽ ഗൗതമിനെ നല്ല വഴക്ക് പറയുകയാണ് കേട്ടോ. എന്നെ വിളിച്ചു കൊണ്ടുപോയി ആ ഗുണ്ടകളുടെ മുന്നിൽ പോയി അവന്മാരെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്നോടുള്ള ദേഷ്യം കുറയുമെന്ന് നീ വിചാരിച്ചു? അങ്ങനെ കുറയാനൊന്നും പോകുന്നില്ല. എൻ്റെ ദേഷ്യം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഗൗതമിന് നല്ല ദേഷ്യം വരാനട്ടോ. ഗൗതം പറയുന്നുണ്ട്, ഒന്ന് നിർത്തടി, കുറേ സമയമായാലും നീ ചിലയ്ക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പലതവണ നിന്നോട് ഞാൻ പറഞ്ഞു. അതിന് ഞാൻ മാപ്പും ചോദിച്ചു. കുറ്റബോധമാണ് ഏറ്റവും വലിയ കാര്യം. അത് വന്ന് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നീ അതിന് ക്ഷമ പറയാണ്ട് ഞാൻ എത്രത്തോളം നിന്നോട് ക്ഷമ ചോദിക്കുന്നു അത്രത്തോളം നീ എന്നെ ചവിട്ടി തേക്കുന്നല്ലേ. കാലിൽ വീഴും തോറും ചവിട്ടി തേക്കുകയാണ് നിൻ്റെ പരിപാടി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്തു, നിനക്ക് എന്നോട് ദേഷ്യം ആണെങ്കിൽ അത് കുറയ്ക്കണ്ട, അതങ്ങനെ തന്നെ നീ മനസ്സിൽ വെച്ചോ. നീ എങ്ങനെയാണ് ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനിയും അങ്ങോട്ട് ജീവിക്കാം എന്നും പറഞ്ഞ് ഗൗതം അവിടെ ഇരിക്കാൻ കേട്ടോ. പക്ഷേ അഖിലയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അഖില പോയി ഗൗതമിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, സോറി ഗൗതം, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. കല്യാണം കഴിയുന്ന നാളുകളിൽ ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് ആ ഒരു ജീവിതമല്ല എനിക്ക് ആഗ്രഹം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ജീവിതമാണ് എനിക്കും ആഗ്രഹം. എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്നെ പറഞ്ഞതിന് എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയൊക്കെ പറഞ്ഞ് ഗൗതം അഖിലയുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് അഖിലയും അങ്ങനെ തന്നെയാണ് ഗൗതമിനോട് പെരുമാറുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ മീനുവും നമ്മുടെ അർജുനും കൂടെ സിനിമയൊക്കെ കാണുകയാണല്ലോ ലാപ്ടോപ്പിൽ. സിനിമ കാണുന്നതിനിടയ്ക്ക് തന്നെ അർജുൻ പലതവണ മീനുവിൻ്റെ ദേഹത്ത് തൊടയും പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മീനു നിരസിക്കുന്നുണ്ട്. ഒരു കാര്യത്തിനും രക്ഷയില്ലാണ്ട് അവസാനം അവർ കിടന്നങ്ങ് ഉറങ്ങുകയാണ് കേട്ടോ. എന്തായാലും ആ പരിപാടിയും നമ്മുടെ അർജുൻ്റെ പരിപാടിയും ഒന്നും നടന്നിട്ടില്ല. ചമ്മി നാറി കിടന്നുറങ്ങുക തന്നെ വിധി. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അഖില കിച്ചണിൽ ചെന്ന് പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാഞ്ചന അങ്ങോട്ട് വരുന്നത്. കാഞ്ചന, ഡി നിന്നോട് ആരാടി പറഞ്ഞേ അടുക്കളയ്ക്കകത്ത് കയറാനായിട്ട്? ഓ വന്നോ, ആര് പറയണം എന്നോട് അടുക്കളയിൽ കയറാൻ? എൻ്റെ ഇഷ്ടം ഞാൻ കയറുന്നത്. അങ്ങനെ നിൻ്റെ ഇഷ്ടത്തിന് പെരുമാറിയാൽ പോരാ. അമ്മ പറഞ്ഞിട്ടില്ലേ ഇതിനകത്ത് കയറരുതെന്ന്? ഓ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ പറഞ്ഞതൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഡി നീ എന്തുവാടി പറയണത്? അതെ, ഞാൻ ഈ കാഞ്ചന മഹാറാണിയോട് തന്നെയാണ് പറയുന്നത്. നീ തർക്കുത്തരം പറയണോടി എന്നും പറഞ്ഞിട്ട് അടിക്കാൻ ഓങ്ങാണ് കേട്ടോ നമ്മുടെ അഖിലേനെ. അഖില ആ കൈ പിടിച്ച് ഓടിച്ച് മടക്കി വെച്ച് കൊടുക്കുകയാണ് കാഞ്ചനയുടെ. എന്നിട്ട് പറയണത്, ദേ എൻ്റെ ദേഹത്തെങ്ങാനും തൊടാൻ വന്നാലുണ്ടല്ലോ ശരിയാക്കി കളഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമായിരിക്കും ഞാൻ തരുന്നത്. ഇവിടെ നല്ല ചട്ടുവ ഇരിപ്പുണ്ട്, അതെടുത്ത് ഞാൻ വെക്കേണ്ടടുത്ത് വെക്കും. മേലിൻ്റെ അടുത്ത് കളിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്താ അവകാശമുള്ളത്? നീ ഇവിടുത്തെ മരുമകളായിരിക്കും, പക്ഷേ ഞാൻ ഇവിടുത്തെ മരുമകളാണ്. നിനക്ക് എന്ത് അവകാശമുണ്ട് അതുപോലെ തന്നെ എനിക്കും അവകാശമുണ്ട് ഈ വീട്ടിനകത്ത്. വേണമെങ്കിൽ വീട്ടിനകത്ത് മാത്രമല്ല ഞാൻ പുരപ്പുറത്തും കയറും എന്നിങ്ങനെ പറയട്ടോ. ഇല്ല അങ്ങനെ കാഞ്ചനോട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. ചെല്ല് പോയി വിളിച്ചിട്ട് വാ. പിന്നെ ഇവിടെ നടന്നൊന്നും ആർത്തും പറയല്ലേ, നാണക്കേടാണ് എന്നിങ്ങനെ കാഞ്ചനോട് പറയട്ടോ. ആകെപ്പാട് ചമ്മി നാറി കാഞ്ചന അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മീനു അത് കണ്ടിട്ട് വരികയാണ്. അപ്പം മീനു വന്ന് അഖിലയോട് പറയണം, നന്നായി അത്രയും കൊടുത്തത്, അത്യാവശ്യം എന്ന് പറയണം. നീ ഗൗതമിനോടുള്ള ദേഷ്യമല്ല അവരോട് തീർക്കുകയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഗൗതമിനോട് ദേഷ്യമൊന്നും ആരാ പറഞ്ഞത്? നമ്മളിപ്പം നല്ല സ്നേഹത്തിലാണ് ചേച്ചി. നിങ്ങൾ നല്ല സ്നേഹത്തിലല്ലേ? അപ്പോൾ നിങ്ങൾ നല്ല സ്നേഹമായ ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ? അപ്പോൾ ഉടനെ തന്നെ മീന് പറഞ്ഞു, ഇല്ലടി അത് ഇതുവരെ നടന്നില്ല. അതെന്താ ചേച്ചി, പാവം ആ മനുഷ്യനെ ഇട്ട് വട്ട് കളിപ്പിക്കാതെ എന്ന് പറയുമ്പം എന്തോ എനിക്കതിന് പറ്റുന്നില്ല, കുറച്ചുകൂടി സമയം എടുക്കട്ടെ. എന്തായാലും കുറേ കാര്യങ്ങൾ എന്നെക്കൊണ്ട് ഇതിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അർജുൻ ചെയ്യുന്നുണ്ട്, ഞാനതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അഖില പറയും, കൊള്ളാം ചേച്ചി, ഇങ്ങനെയൊന്നും ചെയ്യരുത്. എത്രയും വേഗം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആലോചിച്ച് നടക്കണ്ടേ? അല്ലാണ്ട് പാവം പിടിച്ച അർജുനേട്ടനെ എന്തിനാണ് ഇങ്ങനെ വട്ട് കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുക. സമയം ആവട്ടെടി, എനിക്കെന്തായാലും ഇപ്പം അതിനൊരു മൂടും കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഇറങ്ങി പോവാണ് കേട്ടോ മീനു. അപ്പോൾ അഖില വിചാരിക്കുന്നുണ്ട്, വട്ട് കേസ് തന്നെ, ഇതിൻ്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെ നേരെ കുളിച്ച് സ്കൂളിൽ പോകാനായിട്ട് വന്ന് മുറിക്കകത്ത് വരുമ്പോൾ അർജുൻ വല്ലാണ്ട് എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മീനു ടൗലൊക്കെ എടുത്ത് കുളിക്കാൻ പോകുമ്പോൾ മീനുവിനോട് ചോദിക്കുന്നുണ്ട്, മീനു ഞാൻ നിന്നോട് കാണിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും അതൊരു കോമാളിത്തരമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, ആ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു പോകുന്നത്, ആ പ്രണയം കൊണ്ടാണ്. നീ അത് എന്നോട് തെറ്റായി എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പോൾ നമ്മൾ മീനു പറഞ്ഞു അങ്ങനെ ഒരു തെറ്റായിട്ട് എടുക്കുന്നില്ല, നിനക്ക് എന്നോട് വെറുപ്പ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ കാണിക്കുന്നതിൽ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം അർജുൻ. ആയിക്കോ, നീ എത്ര വേണം എടുത്തോ, അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ, എത്ര വേണം കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ മീനു എന്ന് പറയട്ടോ. അന്ന് മീനു കുളിക്കാൻ പോകുമ്പം വീണ്ടും അർജുൻ്റെ ഈ ഒരു ഇരിപ്പ് കാണുമ്പോൾ സഹിക്കാൻ പറ്റാതെ വീണ്ടും തിരിച്ച് വന്നിട്ട് അർജുനോട് പറഞ്ഞു, അർജുനെ സോറി കേട്ടോ, ഞാനിങ്ങനെയൊക്കെ കാണിച്ചതല്ലേ. ഏയ് സാരമില്ലടി, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായതല്ലേ, നീ ചെല്ല്, നിൻ്റെ മനസ്സ് എന്നാ അതിന് പാകമാകുന്നത് അന്ന് മതി നമുക്ക് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ മീനു പോയി കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് ചെല്ലാട്ടോ. സ്കൂളിൽ ചെല്ലുമ്പം കാണാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് കാണുന്നത്. സത്യൻ മാഷിനെ എല്ലാവരും കൂടെ വരവേറ്റ് ഹാരമൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് മീനു കാണുന്നത്. മീനു ആകെ കിടുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മാഷ് വന്ന് വീണ്ടും മീനുവിൻ്റെ മുമ്പിൽ വന്ന്, ദേ ഞാൻ വന്നിട്ടുണ്ട്, സത്യമാണോ ഇല്ലയെന്ന് എൻ്റെ കൈതണ്ടയിലൊന്ന് നുള്ളി നോക്ക് ടീച്ചറെ, കാരണം തെറ്റ് ചെയ്യാത്തവർ ഇറങ്ങി വരും എന്നൊക്കെ ഇങ്ങനെ പഠിക്കുകയാണ് നമ്മുടെ മീനുവിൻ്റെ മുന്നിൽ. മീനു ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇയാൾ എങ്ങനെ വർഷങ്ങളോളം കിടക്കേണ്ട ആൾ ഇയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നു എന്നുള്ള ആ ഒരു ഇതിലാണ് മീനു. അങ്ങനെ സത്യൻ മാഷ് അടുത്ത് വന്ന് നിന്ന് കുറേ വിളിക്കുന്നുണ്ട്. ഇതും കേട്ട് മീനു നേരെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പോയി കാര്യം ചോദിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ പറയുന്നു, അയാളുടെ കേസെല്ലാം കഴിഞ്ഞു, ഇനി അയാൾ ജയിലിൽ കിടക്കില്ല, ജയിൽ മോചിതനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജോലിയിൽ തിരിച്ചും കയറിയിട്ടുണ്ട്. അതെങ്ങനെ നടക്കും സാറേ, വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഒരു കേസാണിത്, അയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇറങ്ങി? അതാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം ടീച്ചറിന് മനസ്സിലായോ, ഇങ്ങനെയുള്ള കേസുകളിൽ പെടുന്ന ആരെങ്കിലും നല്ല രീതിയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? കാശും പിടിപാടും ഉള്ളവർ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചിറങ്ങി വരും. ഇതൊക്കെ തന്നെ നമ്മുടെ നാടും ശിക്ഷയും എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സാറേ, ആരാ ഇറക്കിയെന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു കാശ് ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അവരെ വീട്ടിൽ പോയി സ്വാധീനിച്ച് കുറേ കാശൊക്കെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് നിഹാരിയെ കൊണ്ട് മൊഴി മാറ്റിച്ച് പറഞ്ഞത്. പെൺകുട്ടിയോ? അത് ഏതോ ഒരു സ്ത്രീയാണെന്ന് പറയുന്നു, ആരാന്ന് എനിക്കറിയില്ല എന്ന് ഹെഡ് മാസ്റ്റർ പറയാണ്. മീനും ആലോചിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.